2024 ഏറ്റവും പ്രധാനം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. അയോധ്യ തന്നെയാണ് ബിജെപിയുടെ പ്രചാരണ ആയുധം. അതേസമയം പ്രതിപക്ഷ മുന്നണി ഇന്ത്യയുടെ സീറ്റ് വിഭജന ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. പുതുവർഷത്തിൽ രാജ്യം ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് മുൻനിർത്തിയുള്ള പ്രചരണം ബിജെപി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തെ രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന ബിജെപിക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനവും ഉയരുന്നുണ്ട്. ഈ മാസം 22-നാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ്. ബിജെപിക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അയോധ്യ ആയുധമാക്കുന്നുണ്ട് ബിജെപി. ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളെ ഇതുവരെ ക്ഷണിക്കാൻ അയോധ്യ കമ്മിറ്റി തയ്യാറായിട്ടില്ല. കോൺഗ്രസ്, CPIM ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്നിവരെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. പ്രതിപക്ഷ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനുള്ള നീക്കം തന്നെയാണ് ബിജെപി നടത്തുന്നത്. അതേസമയം മറുവശത്ത് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. സീറ്റ് വിഭജനം സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ 23 സീറ്റുകൾ വേണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ആഴ്ച മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചർച്ചകളും സജീവമാക്കാനാണ് തീരുമാനം. ബിജെപി വിരുദ്ധ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ പ്രചരണമാകും അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉയർത്തിപ്പിടിച്ച് ബിജെപി നടത്തുക. ഇതിന്റെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയും പ്രസംഗവും. കൈരളി ന്യൂസ്, ദില്ലി.